ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കണവ റോസ്റ്റ് ചെയ്യുന്നത് കണ്ടാലോ? ലുലുവിൽ പോയപ്പോൾ കുറച്ച് കണവ വാങ്ങിച്ചായിരുന്നേ. കണവ എന്ന് പറഞ്ഞാൽ കൂന്തലെന്നും ചില സ്ഥലങ്ങളിൽ പറയും. അപ്പോൾ അത് ഉമ്മ കട്ട് ചെയ്തെടുക്കുകയാണ്. അവർ ഓൾറെഡി ക്ലീൻ ചെയ്ത് തന്നതായിരുന്നു, അതുകൊണ്ട് വലിയ ജോലിയില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നേ. രാത്രിയിലത്തേക്കാണ് റോസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം പകൽ ഉച്ചയ്ക്ക് കറി വെക്കുന്നതിൻ്റെ കൂടെ അതും കൂടെ അങ്ങ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കണവെല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇതാ എന്ത് ഭംഗിയല്ലേ കാണാൻ, നല്ല വെളുത്ത് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട് കണവ. പിന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് കൊച്ചുള്ളി, കറിവേപ്പില, 2 തക്കാളി, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. സവാള ചെറുതായതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. പാനിൽ എണ്ണ ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതൊന്ന് കളറ് മാറുമ്പോഴത്തേക്കും കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്നുകൂടെ വഴറ്റിയിട്ട് കുറച്ച് സവാള, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതേസമയം എന്താ അവിടെ ഉച്ചക്കത്തേക്കുള്ള കറിയും റെഡി ആവുന്നുണ്ട് കേട്ടോ. സവാള ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കറി മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് അപ്പം തന്നെ കണവ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണവയിൽ തന്നെ വെള്ളമുണ്ട്, അപ്പം നല്ല വറ്റിയാണ് കിട്ടേണ്ടതെങ്കിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ലേശം ചേർത്താൽ മതിയാവും. നമ്മൾ കണവ ഊറ്റി വെച്ചത് കൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. തുടക്കത്തിൽ സവാള ഇട്ട സമയം കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാ വെള്ളവും ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറു തീയിൽ വറ്റിക്കാൻ വെക്കണം. അത് നല്ല തീയിൽ കിടന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിനുള്ള പരുവായി കിട്ടും. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കണവ റോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. ഇപ്പോൾ കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും പോരാ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാമേ. ഇതേപോലെ നല്ല വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.